നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ മോർച്ചറിക്ക് സമീപം മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുകയാണ്. മാലിന്യ കൂമ്പാരത്തിൽ നിന്നുള്ള ദുർഗന്ധം രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. മൂക്കുപൊത്തി മാത്രമേ പ്രദേശത്തു കൂടി കടന്നുപോകാൻ സാധിക്കൂ എന്നാണ് പൊതുജനങ്ങളുടെ പരാതി. സംഭവത്തിൽ BJP ശക്തമായ പ്രതിഷേധം നടത്തി. കുന്നുകൂടി കിടക്കാണ് മാലിന്യങ്ങൾ. അപ്പോൾ നമുക്കറിയാം, ഇത് ഈ ആശുപത്രിയിലെ ശസ്ത്രക്രിയ അടക്കമുള്ള നിരവധി വേസ്റ്റുകൾ, ഈ ആശുപത്രിയിലെ എല്ലാ വേസ്റ്റുകളും വാർഡുകളിൽ നിന്നുള്ള സർജറി തിയേറ്ററിൽ നിന്നുള്ള ഇവിടെ ദുർഗന്ധം കാരണം നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ വേസ്റ്റ് കൊണ്ട് മോർച്ചറിയുടെ കീഴിൽ കൊണ്ടിട്ടിരിക്കുകയാണ്. ഇവിടെ പോസ്റ്റ്മോർട്ടം നടത്തുന്നതാണ്. തൊട്ടപ്പുറത്ത് ജനറൽ വാർഡുകളാണ്. നിരവധി രോഗികളാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ അവർക്ക് ചെറിയ അസുഖമായി വരുന്നവരെ കൊല്ലുന്ന ഒരു നടപടി, അവരെ ഈ ദുർഗന്ധം വമിച്ച്, ഈ മാലിന്യ ദുർഗന്ധം വമിച്ച് അവർക്ക് ചെറിയ അസുഖമായി വരുന്ന വലിയ നിത്യരോഗിയായി മാറി അവരെ മരണത്തിലോട്ട് തള്ളിവിടുന്ന ഒരു നടപടിയാണ് ഇവിടെ ഉണ്ടാവുന്നത്. ഇത് നഗരസഭ അധികൃതർ ഇത് നടപടിയെടുക്കണം. ഇത് ഒരാഴ്ച കാലമായി, എനിക്ക് തോന്നുന്നു 10 ദിവസക്കാലമായി ഈ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കണം. നിരവധി പരാതികൾ രാവിലെ BJPയുടെ ഓഫീസിൽ പരാതിയുമായി എത്തിയ ഒരു അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ BJPയുടെ ആളുകളുടെ പ്രവർത്തകർ നോക്കാൻ വന്നിട്ടുള്ളത്. ഇത് വലിയ വീഴ്ചയാണ്. നഗരസഭാ അധികൃതർ വലിയ വീഴ്ച. ഈ ആശുപത്രിയിൽ തിരിഞ്ഞു നോക്കാതെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജേക്കബ് വർഗീസ് വടക്കണം, നഗരസഭാ ചെയർമാൻ SR രമേശ് അടക്കമുള്ളവർ വളരെ വൻ വീഴ്ച. അവരൊക്കെ ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികം ഉണ്ടാക്കി അവരുടെ സാമ്പത്തിക അരക്കെട്ട് ഭദ്രമാക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. ഈ നാട്ടിലെ ജനങ്ങളെ ദ്രോഹിക്കുന്നു, ഈ നാട്ടിലെ ജനങ്ങളെ കൊല്ലാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് അടിയന്തരമായി നഗരസഭ ഭരണകൂടത്തിനുള്ള നടപടിയെടുക്കണം. അതിന് നമ്മൾ ബന്ധപ്പെട്ട അധികാരികളെ ബന്ധപ്പെടാൻ പോവുകയാണ്. പോയിട്ട് നടപടി ഉണ്ടാക്കിയിട്ട് BJP ഇവിടെ പിന്മാറുന്നുള്ള യാതൊരു സംശയവുമില്ല. ഇത് ഈ നാട്ടിലെ ആയിരക്കണക്കിന് ആൾക്കാരുടെ അഭയ കേന്ദ്രമാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി. ജില്ലയിൽ നിന്നുള്ള പല കേന്ദ്രങ്ങളിൽ നിന്നാണ് ആൾക്കാർ വരുന്നത്. അതുകൊണ്ട് വളരെ ഒരു മോശപ്പെട്ട ഒരു കാര്യമാണ്. ഇത് നടപടി എടുത്തേ പറ്റൂ. അവൻ സൂപ്രണ്ടുമായി ഞങ്ങൾ ബന്ധപ്പെടാൻ പോവുകയാണ്. ബന്ധപ്പെട്ടതിനുള്ള ഈ വേസ്റ്റ് എന്തുകൊണ്ട് ഇങ്ങനെ ഇടാൻ ഇവിടെ കാരണമായി, അത് എങ്ങനെ മാറ്റാൻ സാധിക്കും എന്നുള്ള വ്യക്തമായ നിലപാടുകൾ, വ്യക്തമായ തീരുമാനങ്ങൾ അറിഞ്ഞ ശേഷമേ BJP ഇവിടുന്ന് പിന്മാറുള്ളൂ, യാതൊരു സംശയമില്ല. അല്ലെങ്കിൽ വ്യക്തമായ പ്രക്ഷോഭം, ഇത് മാറ്റുന്നത് വരെ BJP പ്രക്ഷോഭം ഇവിടെ നടത്തും, യാതൊരു സംശയവുമില്ല. ഇത് ജനങ്ങളെ, പാവപ്പെട്ടവരെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. അത്രത്തോളം മനുഷ്യത്വരഹിതമായ ഒരു പ്രവർത്തനമാണ്. ഈ മാലിന്യങ്ങൾ ആശുപത്രിയിലെ നമ്മുടെ ശരീരത്തിലെ നമുക്കറിയാം, ഓരോ ശരീര അവയവങ്ങൾ ഓപ്പറേഷൻ ചെയ്ത് അതിൻ്റെ ബാലൻസ്, ആ വേസ്റ്റുകളും അതിൻ്റെ ഈ ആശുപത്രിയിലെ പരമാവധി എല്ലാ വേസ്റ്റുകളാണ് കൊണ്ടിട്ടിരിക്കുന്നത്. ഇതിൻ്റെ ദുർഗന്ധ കാരണം നമുക്ക് ഇവിടെ നിൽക്കാൻ സാധിക്കുന്നില്ല. ഈ ദുർഗന്ധം വമിച്ചുകൊണ്ടാണ് ഇവിടെ ഈ രോഗികൾ ഈ വാർഡുകളെല്ലാം കിടക്കുന്നത്. അപ്പം അവരെ രോഗം കൂട്ടി, അവരെ മറ്റ് രോഗങ്ങളിൽ അടിമയാക്കി അവരെ കൊല്ലാൻ ശ്രമിക്കുകയാണ് ഈ നഗരസഭ ഭരണകൂടം. അതുകൊണ്ട് അടിയന്തരമായി നടപടി എടുക്കുക എന്നുള്ള മാത്രമാണ് ഞങ്ങളുടെ ആവശ്യം. കൊട്ടാരക്കര താലൂക്ക് ഹോസ്പിറ്റലിലെ ഈ ശോചനീയ അവസ്ഥ രാവിലെ ഇവിടെ കിടക്കുന്ന കിടപ്പ് രോഗി വിളിച്ചു പറഞ്ഞിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ എത്തിയപ്പോൾ ഇതിൻ്റെ മാരകമായ അവസ്ഥ, ഏകദേശം 10 ദിവസം മുമ്പുള്ള വേസ്റ്റ് വരെ ഇവിടെ ഇട്ടേക്കുകയാണ്. 10 ദിവസം മുമ്പ് വരെയുള്ള വേസ്റ്റുകൾ, പഞ്ഞിയായാലും രക്തം പകരുന്ന പഞ്ഞിയായാലും എല്ലാം ഇവിടെ ഇട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ മാറാരോഗങ്ങൾ പകരുന്ന ഈ അവസ്ഥയിൽ, മാറാരോഗങ്ങൾ ഇവിടെ പനി പോലുള്ള H1N1 പോലുള്ള പനികൾ പകരുന്ന ഈ അവസ്ഥയിൽ ഈ താലൂക്ക് ഹോസ്പിറ്റൽ, കൊട്ടാരക്കരയിലെ താലൂക്ക് ഹോസ്പിറ്റൽ ജനങ്ങൾ, സാധാരണക്കാരായ ജനങ്ങൾ ആശ്രയിക്കുന്ന ആശുപത്രിയിൽ ഈ ഒരു ശോചനീയമായ അവസ്ഥ, ബ്ലഡ് ബാങ്കിൻ്റെയും മോർച്ചറിയുടെയും കൂടെ പോകുന്ന ഈ വഴിയിലാണ് ഇത്രയും വേസ്റ്റുകൾ കൂട്ടിയിരിക്കുന്നത്. ഈ വേസ്റ്റിന് നടുക്കൊണ്ടാണ് പോസ്റ്റ്മോർട്ടം നടത്തുന്ന ബോഡി വരെ കൊണ്ടുപോകുന്നത്. ഇത് ഇത്രയും നെറിയേട്ട് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം പോലും ഇവിടെ ഇട്ടേക്കാത്ത ഈ വേസ്റ്റ് 10 ദിവസമായിട്ട് ഇവിടെ ഇട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധിച്ചേ പറ്റൂ. നാട്ടുകാരല്ല, പാർട്ടിക്കാരല്ല, എല്ലാവരും നാട്ടുകാർ ഒന്നടങ്കം ഇതിനെതിരെ പ്രതിഷേധിച്ചേ പറ്റൂ. ഇത് നമുക്ക് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. ഇത്രയും വേസ്റ്റുകൾ 100 കണക്കിന് ചാക്കുകളാണ് ഇവിടെ പഞ്ഞിയായാലും എല്ലാം, ഈ ഗ്ലൗസ് ആയാലും എല്ലാം, കുപ്പികളായാലും എല്ലാം ഇവിടെ ഇട്ടിരിക്കുന്നത്. ഇത് കൊട്ടാരക്കര നഗരസഭയുടെ അണ്ടറിൽ വരുന്ന ഞാനൊരു കൗൺസിലായിട്ട് പറയുന്നത്, ഒരു നഗരസഭയിൽ ഒരു വികസനവും നടക്കാത്ത ഒരു കൗൺസിലാണ് കൊട്ടാരക്കര നഗരസഭ. നിങ്ങൾക്കറിയാം, പത്രമാധ്യമങ്ങൾക്കറിയാം, എന്തോ വികസനം ഇവിടെ നടന്നിട്ടുണ്ടോ? ഒരു വികസനവും നടക്കാത്ത ഒരു കൗൺസിലാണ് കൊട്ടാരക്കര നഗരസഭ. ഇതിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധിക്കുകയാണ് BJP ശക്തമായിട്ട് ഇതിനെതിരെ പ്രതിഷേധിക്കും. നമ്മൾ രോഗം ഇല്ലാതാക്കാനാണ് ഇവിടെ വരുന്നത്. പക്ഷേ ഇവിടെ വരുന്ന രോഗികളുടെ രോഗം ഇല്ലാതാകുന്നില്ല എന്ന് മാത്രമല്ല, അവരെ നിത്യരോഗിയാക്കി അവരെ മരണക്കിടക്കയിലോട്ട് പറഞ്ഞു കൊടുത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത് ബയോളജിക്കൽ വേസ്റ്റ് ആണ്, അറിയാമല്ലോ. ഇത് ദുർഗന്ധം കാരണം നിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഈ മാലിന്യ കൂമ്പാരങ്ങൾ ഇവിടെ 10 ദിവസക്കാലമായി ഇവിടെ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇത് എന്താണ്, എന്തൊരു സംവിധാനമാണ് ഈ ആശുപത്രിയിലുള്ളത്? ഇതിന്റെ അധികാരികൾ, സാറടക്കമുള്ള RMO അടക്കമുള്ള അധികാരികൾ ഇതിന് നടപടി സ്വീകരിക്കട്ടെ സാർ.
നമ്മളൊക്കെ ശരിയാ, സാറ് ചിലപ്പം ഒരു സേവനം ചെയ്യും, സാറ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്, ശമ്പളം വാങ്ങിക്കുന്നുണ്ട്, നമ്മുടെ കാര്യങ്ങളെല്ലാം നടന്നുണ്ട്. അതോടൊപ്പം ഈ ആശുപത്രിയിൽ വരുന്ന പാവപ്പെട്ടവരെ മരണത്തിലൂടെ തള്ളിവിടാനുള്ള നടപടി അത് നഗരസഭ അധികാരികളടക്കം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് പോലും അവർ ഇതുവരെ നോക്കാൻ തയ്യാറായിട്ടില്ല. നിരവധി പരാതികൾ നഗരസഭയിൽ പോയിട്ടുണ്ട്. ഇതുവരെ ചെയർമാനൊന്നും സന്ദർശിക്കാനോ, മന്ത്രി ബാലഗോപാലിന്റെ മണ്ഡലമാണ്. അപ്പൊ ഇതിനെന്താണ് നടപടി? ഇത് എന്തുകൊണ്ടാണ് ഈ ജനങ്ങളെ കൊട്ടാരക്കരയിൽ മാത്രം, വേറെ കേരളത്തിലെ ഒരു ആശുപത്രിയിലും കാണാൻ പറ്റുന്ന കാര്യം കൊട്ടാരക്കരയിൽ എന്നും താലൂക്ക് ആശുപത്രിയിൽ വിഷയങ്ങളാണ്. ഇത് എന്താണ് ചെയ്യാൻ സാധിക്കുക? സൂപ്രണ്ട് മാഡത്തെ എന്നോട് പ്രതീക്ഷിച്ചത്, പക്ഷേ മാഡം ലീവ് ആയതുകൊണ്ട് RMയെ വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇതിന് അടിയന്തര നടപടി, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇരിക്കണമെങ്കിൽ ഈ ദുർഗന്ധം വമിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കണമെങ്കിൽ ഇവിടെ ഇരിക്കുക, ഞങ്ങൾ രോഗികളായിക്കോട്ടെ. നിങ്ങൾ ഈ ജനങ്ങളെ കൊല്ലാൻ ശ്രമിക്കുകയല്ല. അതായത് ജനറൽ വാർഡാണ്, ഇത് ജനറൽ വാർഡാണ്, ഇവിടെ എല്ലാ രോഗികളാണ്. ഇവിടെ എല്ലാം അവർ മൂക്ക് മുത്തി, ഞങ്ങൾ നോക്കിയപ്പോൾ ഈ രോഗികളെല്ലാം പ്രായമുള്ളവരൊക്കെ ആണ് മൂക്ക് മുത്തി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് മരിക്കട്ടെ, അവരൊക്കെ രോഗങ്ങൾ വന്ന് മരിക്കട്ടെ എന്നാണോ സാറടക്കം ഉള്ള ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്? ചെറിയ ഒരു പൊതി വേസ്റ്റ് ഇട്ടാൽ 10,000 രൂപ പെറ്റി അടിക്കുന്ന ഇത് എത്രയും ഈ താലൂക്ക് ഹോസ്പിറ്റലിൽ എത്ര രൂപ പെറ്റി അടിക്കും? നഗരസഭ എത്ര രൂപ പെറ്റി അടിക്കും? അവിടെ ഒരു ഗുണമല്ല, കാട്ടിക്കൊണ്ട് ക്യാമറ വെക്കുക, ഒരാളെ പിടിക്കത്തുമില്ല. വഴിപാടിന് ക്യാമറ വെക്കും, 10 ദിവസം പ്രവർത്തിക്കും, ലോക്കൽ ക്യാമറ പ്രവർത്തിക്കും, അതെടുത്ത് കളയും വേസ്റ്റിൽ നിന്ന് പിടിക്കാൻ. ഇവിടെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി സെന്ററിൽ കൊണ്ടുപോയി ആയിരക്കണക്കിന് ചാക്കുകൾ കൊണ്ടിട്ടിട്ട് ഇതുവരെ ഒരു നടപടി എടുക്കാൻ കഴിയില്ലെങ്കിൽ ആശുപത്രി അധികൃതരും ഈ നഗരസഭാ അധികൃതരും രാജിവെച്ച് പോകണം. ഇതൊന്നും കഴിവില്ലെങ്കിൽ നഗരസഭ ഭരണകൂടം രാജിവെച്ച് പോകണം. അതുപോലെ ആശുപത്രി അധികൃതരും, നഗരസഭ മാത്രമല്ല, നഗരസഭയുടെ ഒപ്പം തന്നെ ആശുപത്രി അധികൃതരും ഉത്തരവാദിത്തമുള്ളവരാണ് ഇതിന്റെ. ഒരു നടപടി സാറ് ഇത് RMO എന്നുള്ള രീതിയിൽ ഇതിനുള്ള മറുപടി പറയണം. ഇതെന്താണ് ഇതിങ്ങനെ കിടക്കാനുള്ള കാരണം പറയണം, നടപടി പറയണം. അത് പറയാൻ ഞങ്ങൾ പോകില്ല. അല്ലെങ്കിൽ ഞങ്ങൾ ഈ വെയിലും സഹിച്ച് ഞങ്ങൾ ഇവിടെ ഇരിക്കും. ഞങ്ങൾക്ക് വെയിലും മഴയൊന്നും പുത്തിരിയല്ല, ഞങ്ങൾക്ക് നിയമവും പോലീസും ഒന്നും ഞങ്ങൾക്ക് പുത്തിരിയല്ല. ഞങ്ങൾ ഇവിടെ ഇരിക്കും. ഞങ്ങൾ ഇനി എന്ത് ചെയ്യും? ഇവിടെ സാധാരണ ആശുപത്രി ഒരു നടപടി, മാധ്യമങ്ങളെ ഇവിടെ കയറ്റത്തില്ല. മാധ്യമങ്ങളെ എന്നാൽ പോലീസുകാർ മാറ്റുക, പ്രതിഷേധിക്കാൻ പാവപ്പെട്ടവരുടെ ശബ്ദം ഉയർത്താൻ വന്നാൽ ഇവിടുന്ന് അടിച്ചു ഓടിക്കുക, കേസെടുക്കുക. എത്ര കേസുകൾ? ഞങ്ങൾക്ക് കേസൊന്നും പുത്തരിയൊന്നുമില്ല. അതുകൊണ്ട് ഇനി എന്ത് നേരിടേണ്ടി വന്നാലും ഇതിന് പരിഹാരം ഉണ്ടാവാൻ ഞങ്ങൾ പോകില്ല. അത് RMO വ്യക്തമാക്കണം. ഇതിനെന്താണ് നടപടി, എന്തുകൊണ്ടാണ് ഈ സാധനം ഇവിടെ കിടക്കുന്നതെന്ന് വ്യക്തമാക്കണം. അല്ല ഞങ്ങൾ പോകില്ല. ഇത് നമ്മുടെ IMAയുടെ ഇമേജ് ഗ്രൂപ്പുകാർ എടുത്തുകൊണ്ട് പോകേണ്ട വേസ്റ്റ് ആണ്. അപ്പം അവരാണ് സ്ഥിരമായിട്ട് എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പം അതിൻ്റെ അകത്തൊരു ചെറിയൊരു പേയ്മെൻറ്റ് ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അവർ സെറ്റ് ചെയ്യേണ്ട എമൗണ്ടിൽ നമ്മൾ എപ്പോഴും തന്നെ ഫുൾ എമൗണ്ട് ചിലപ്പോൾ പലപ്പോഴും സെറ്റ് ചെയ്യാൻ പറ്റാറില്ല. ഒരു ഭാഗികമായിട്ട് എമൗണ്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ വാക്കാൽ പറയും, പിന്നെ അത് സെറ്റിൽ ചെയ്യാൻ പതിവ്. ഇത്തവണ കുറച്ച് അധികമായിട്ടൊരു എമൗണ്ട് പെൻഡിങ് വന്നു. അതിൽ ഏകദേശം ഒരു 90,000 രൂപയോളം നമ്മൾ കഴിഞ്ഞ ആഴ്ച കൊടുത്തു. ഇനി ഒരു 1,10,000 എങ്ങാണ്ട് ബാക്കിയുണ്ട്. മൊത്തം 2 ലക്ഷം എങ്ങാണ്ടായിരുന്നു പെൻഡിങ്. ഇത്തവണ അവർ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫുൾ എമൗണ്ട് സെറ്റ് ചെയ്താൽ മാത്രമേ വേസ്റ്റ് കൊണ്ടുപോകുന്നു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇതായത്. ഇപ്പോൾ ഇന്ന് നാളെ ഇപ്പോൾ അവധി ദിവസമായപ്പോൾ നമ്മൾ തിങ്കളാഴ്ച എന്തായാലും ഫുൾ എമൗണ്ട് സെറ്റിൽ ചെയ്ത് എടുക്കാനുള്ള നടപടി ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ബാക്കി എമൗണ്ടും കൂടെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് തിങ്കളാഴ്ച തന്നെ ഈ വേസ്റ്റ് ക്ലിയർ ആവും എന്നാണ് നമ്മൾ ക്ലിയർ ആവും. അത് പ്രതീക്ഷ എന്നല്ല പറയുന്നത്, എന്തായാലും ക്ലിയർ ആവും. അല്ലല്ല അതെന്താ ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. ഇത് രോഗികളെ മാത്രമേ അത് ഇട്ടിട്ട് ഞങ്ങൾ വേറെ എവിടെ ഞങ്ങൾ ഇതിനുമ്പിൽ കൂടെ തന്നെ നമ്മൾ പോകുന്നില്ലേ. അപ്പോൾ നമുക്കത് മനസ്സിലാവാത്തതുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധക്കുറവുകൊണ്ട് സംഭവിച്ചതല്ല. അതൊരു ചെറിയൊരു പേയ്മെന്റ് ഇഷ്യൂ വന്നു. അത് ശരി സാർ, ഞാൻ പറയട്ടെ, പേയ്മെന്റ് ഇഷ്യൂ വന്നു. ഇതിപ്പോ ആശുപത്രി അധികൃതരും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അധികൃതരും ഇത് കരാറുകാരും നമ്മൾ അടിച്ചത് സാമ്പത്തിക വിഷയമാണ്. അതിന്റെ പേരിൽ ഈ ജനങ്ങൾ അനുഭവിക്കണോ, അവരുടെ രോഗങ്ങൾ വലുതായി അവർ നിത്യരോഗികളായി മാറണോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം. ശരി, കരാറുകാരുടെ അടുത്തിൽ ഇത് താൽക്കാലികമായെങ്കിലും മാറ്റി, ഇവിടുന്ന് മാറ്റി ഈ ആശുപത്രി മറ്റേ ആൾതാമസം ഇല്ലാത്തടത്തോ മറ്റു പ്രദേശം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എന്താ പറയുക ഈ ആശുപത്രിയെ ബന്ധപ്പെട്ട സ്ഥലത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തോട്ടോ ഒന്ന് മാറ്റി ഒരു ടിപ്പർ ലോറി വന്നാൽ അതിനകത്ത് 1-2 എനിക്ക് ഒന്നിലൊന്നും കൊള്ളത്തില്ലത്. ഇത് 5-6 ടിപ്പർ വന്നാലും സാധനം കൊള്ളത്തില്ല. ശരി, 2-3 വണ്ടി വന്ന് ഏതെങ്കിലും മാറ്റി അല്ലെങ്കിൽ താഴെ പണി നടക്കുന്നതോ അല്ലെങ്കിൽ ഇത് ഈ രോഗികളുടെ കീഴിൽ നിന്ന് ഈ രോഗികളുടെ സമീപത്ത് നിന്ന് മാറ്റിയാണ് സമയം ചെയ്തത്. നിങ്ങൾ എന്ന് വേണമെങ്കിൽ കരാറുകാർ പൈസ കൊടുത്തു. ഇവിടെ എല്ലാ രോഗികളുണ്ട്. ഇത് ജനറൽ വാർഡ് സാറേ, നമ്മളെ കളിയാക്കുന്ന പോലെ രോഗികൾ ഇവിടെ എല്ലാ രോഗികളുണ്ട്. ഇവിടെ എല്ലാ രോഗികളുണ്ട്. അല്ല, അപ്പൊ ഇത് ഈ ദുർഗന്ധം വമിച്ചോട് നിൽക്കണം എന്നാണ് സാർ പറയുന്നത്. ഡോക്ടർ രീതിയിൽ സാറിന് ഉറപ്പ് പറയാൻ ഇത് ശ്വസിച്ചാൽ രോഗമുണ്ടാകില്ല അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് സാറിന് ഉറപ്പ് പറയാൻ സാധിക്കുമോ? അപ്പൊ ഉണ്ടാവും. സാറിന് അറിയാം ഈ ദുർഗന്ധം വമിച്ചാൽ വിഷയങ്ങൾ ഉണ്ടാവും. സാറിന് ഡോക്ടറിന്റെ രീതിയിൽ വ്യക്തമായി സാറിന് അറിയാം. അപ്പൊ പാവപ്പെട്ടവര് സാധാരണക്കാര് ഇത് അനുഭവിച്ചോട്ടെ. അവർക്ക് വേണ്ടി ചോദിക്കാനും പറയാൻ ഈ നാട്ടിൽ ആരുമില്ല, ഒരാളും ഇല്ല, ഡോക്ടർമാരില്ല, ഒരു മറ്റുള്ള ആൾക്കാരും ഇല്ല. അപ്പൊ അവര് അനുഭവിക്കട്ടെ. ഇപ്പൊ ഈ കാലാവസ്ഥ മാറിയ സാറേ, ഇവിടെ പെട്ടെന്ന് ഒരു ഗതിക്ക് മറുകതിയില്ലാത്ത പാവപ്പെട്ടവരല്ലേ വരുന്നത്.
ആ പാവപ്പെട്ട ചിലപ്പോൾ എന്താ കൂലിവേല ചെയ്ത് നിസ്സാര 10 100 200 രൂപ 500 രൂപ കൊണ്ട് ഡോക്ടറെ കാണാൻ വരുന്നവരാകാം, അല്ലെങ്കിൽ ഒരു നിവൃത്തിയില്ലാതെ ഇവിടെ കിടക്കുന്നവരാകാം. അപ്പൊ അവർക്ക് ഇത് അവരെ എന്തിനാണ് ദ്രോഹിക്കുന്നത്? സത്യം പറഞ്ഞാൽ അവർക്ക് എവിടുന്ന് സാമ്പത്തികം ഇതിപ്പോ ഇത് ശ്വസിച്ച് വലിയ രോഗം ഉണ്ടായാൽ അപ്പോഴേ ഉണ്ടാ ഇവിടെ ചികിത്സിക്കും. ഇവിടെ ചികിത്സയില്ല, ഇവിടെ അപ്പോഴേ എഴുതി വിടുക. ഇവിടെ ഇത് ശ്വസിച്ച് രോഗം വന്നാൽ മറ്റു രോഗം വന്നാൽ അപ്പോഴേ മെഡിക്കൽ കോളേജ്, വേറെ ഒന്നുമില്ല, മെഡിക്കൽ കോളേജ്. അതല്ലേ തറവാട് സ്വത്ത് പോലെ എഴുതി വിട്ടേക്കുക. അന്നാ മെഡിക്കൽ കോളേജ് നിങ്ങൾ പോകുന്നതിന്റെ വണ്ടി കൂലി വിട്, അതും കൊടുക്കത്തില്ല. അവന് 2500 3000 രൂപ ആംബുലൻസ് പിടിച്ച് അവിടെ മെഡിക്കൽ കോളേജ് പോകണമെങ്കിൽ അല്ലെ അച്ഛൻ്റെ വീട്ടിലോട്ട് പോകുന്ന എഴുതി വിട്ടേക്കുക ഏതാ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും നടക്കുന്നില്ല. കൊട്ടാരം വേറെ അങ്ങുമില്ല. പുന്നൂർ താലൂക്ക് ആശുപത്രി ഉണ്ട്. എന്ത് മാതൃകാപരമായിട്ടുള്ള അവിടെ രീതികളിൽ എത്ര നല്ല ആശുപത്രിയാണ്. കൊട്ടാരക്കര മാത്രം എന്നും ഇത് തുടർ കഥയായിട്ട് മാറിയിരിക്കുക. ഞങ്ങൾ ഇത് വ്യക്തമായിട്ട് ഇത് നടപടി എടുക്കാൻ ഞങ്ങൾ പോകില്ല. സാറ് പറഞ്ഞ വ്യക്തമായിട്ട് തിങ്കളാഴ്ച വരെ ഒന്നും വെയിറ്റ് ചെയ്ത് അങ്ങനെ തിങ്കളാഴ്ച വരെ ചെയ്ത് എന്നാൽ പിന്നെ ഇവിടെ ഉള്ള രോഗികളെല്ലാം മാറ്റി നിങ്ങൾ വേറെ ആശുപത്രി കൊണ്ടിടും. അപ്പൊ അതുകൊണ്ട് സാർ ഇത് ഇന്ന് വന്നതല്ലല്ലോ. ഇന്ന് വന്നാൽ ഇവിടെ ഒരു ദിവസം നമുക്ക് സഹിക്കാം, അല്ല ഇന്ന് കൊണ്ടിട്ടു ഒരു ഒന്നൊന്നര ദിവസം കിടക്കാം, തിങ്കളാഴ്ച എടുക്കാം, നമുക്ക് സഹിക്കാം. ഇതിപ്പോ ഒരാഴ്ച ആയി കഴിഞ്ഞ് 10 ദിവസത്തോളം ആവാറായി ഈ വേസ്റ്റ് കൊണ്ടിട്ട്. ഇത്രയും ദിവസം എല്ലാവരും ഇത് തിങ്കളാഴ്ച നമ്മൾ എന്തായാലും നീക്കം ചെയ്യും. ഇനി ഇങ്ങനെ ഒരു ഭാവിയിൽ വരാതിരിക്കാൻ നമ്മൾ എല്ലാവരും അല്ല അങ്ങനെ ഉണ്ടെങ്കിൽ അതിനുള്ള ഈ സമീപത്തുള്ള രോഗികളെ മാറ്റി അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇതിനോട് ചേർന്നുള്ള അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ ഞങ്ങളിത് നിർത്തത്തില്ല. ഇവിടെ ഒന്നും അല്ല. ഞങ്ങൾ എന്ത് നേരിടുന്നാലും സാറിനെ അടക്കം ഞങ്ങൾ തടഞ്ഞു വെക്കും. സാറിന് ഡ്യൂട്ടി ചെയ്യുന്ന പോലും ഞങ്ങൾ അനുവദിക്കത്തില്ല. അതിന് എന്ത് നേരിടുന്നാലും ഞങ്ങൾ സൂപ്രണ്ടിനെയും വിടത്തില്ല, ആർമോയും വിടത്തില്ല, ഞങ്ങൾ തടഞ്ഞു വെക്കും. സാറിന് അനങ്ങാൻ ഞങ്ങൾ വിടത്തില്ല, ഞങ്ങളിവിടെ കൂട്ടി വെക്കും. അത് ഞങ്ങൾ ചെയ്തിട്ട് സാധാരണക്കാരുടെ വിഷയമാണ്. എല്ലാ ആവശ്യമുണ്ട്. തിങ്കളാഴ്ച ദിവസം നീക്കം ചെയ്തില്ലെങ്കിൽ നമുക്ക് അല്ല അത് നമ്മുടെ HMC ഹോസ്പിറ്റൽ ചെയ്യണം. പിന്നെ ഫണ്ടുണ്ട് സ്വാഭാവികമായിട്ട് HMC ഇതുവരെ അങ്ങനെ ഫണ്ട് ലഭിച്ചു ഇതുവരെ ഈ ചരിത്രത്തിൽ ശരി. അങ്ങനെ അത്രയും വാശിയുള്ള ഈ കരാറ് അവനെയൊക്കെ കളഞ്ഞിട്ട് വേറെ ആളെ കോടിക്കണക്കിന് കമ്മീഷൻ കിട്ടുന്ന ആൾക്കാരെ അത് ഞങ്ങളുടെ വിഷയമല്ല. കൊട്ടാരക്കര കേരളത്തിൽ എന്തുകൊണ്ട് ഞങ്ങൾ കൊട്ടാരക്കാര് കൊട്ടാരക്കര ഇത് വെച്ചു ഉറപ്പിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഇവിടെ BJP പ്രതികരിക്കും, പ്രശ്നമുണ്ടാക്കും, പരിഹാരം ഉണ്ടാകണം. തിങ്കളാഴ്ച രാവിലെ ഞങ്ങൾ 10 മണിക്ക് കൊണ്ട് വരും. ആ സമയത്തോടെ മാറ്റാനുള്ള പ്രക്രിയ ആരംഭിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം. ഞങ്ങളൊരു 11 മണിക്കൂടെ വരും. 11 മണിക്ക് വരുമ്പോൾ ഇതിനുള്ള പ്രക്രിയ തുടങ്ങിയില്ലെങ്കിൽ ആർഎംഒയുടെ ക്യാബിനിൽ സൂപ്പർ ഞങ്ങൾ പല ടീമുകളാ തിരിയും. ഇങ്ങനൊന്നും അല്ലായിരുന്നു. ഞങ്ങൾ അന്ന് ഞങ്ങളുടെ അവസാനത്തെ പ്രവർത്തനം വിളിച്ച് സൂപ്രണ്ടിന്റെ ആർഎംഒയുടെ ക്യാബിൻ ഉപരോധിച്ച് ഞങ്ങളിവിടെ വലിയ പ്രക്ഷോഭം ആരംഭിക്കും. യാ സംശയമില്ല. അതുപോലെ മന്ത്രി പോലീസ് ഉദ്യോഗസ്ഥരോട് പറയാനുള്ളത്, മന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ടില്ല. ഞങ്ങളുടെ മന്ത്രിയെ ഞങ്ങൾ നേരത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മന്ത്രി കൊട്ടാരക്കര കാലുകുത്തിയാണ് യുവമോർച്ച മൊട്ടേറിയിരിക്കുകയാണ്. മന്ത്രിയുടെ വാഹനത്തിൽ റോഡ് ഉപരോധം, നമ്മുടെ ആ പുത്തൂർ റോഡ് പരിഹരിക്കാത്ത വിഷയം നിരവധി പ്രശ്നങ്ങളുണ്ട്. ഒരു കേരളത്തിലെ 2ാം ധനമന്ത്രിയുടെ മണ്ഡലമാണ്. അവിടെയാണ് ഈ റോഡില്ല, ആശുപത്രി സംവിധാനം ഇല്ല, ജനങ്ങളെ കൊല്ലാൻ നോക്കുകയാണ്. അതുകൊണ്ട് കൊട്ടാരക്കരയിൽ ധനമന്ത്രി കാലുകുത്തണമെങ്കിൽ ഞങ്ങൾ ആലോചിക്കും. അതുകൊണ്ട് ഇതിനൊന്നും നടപടി എടുത്തില്ലെങ്കിൽ ധനമന്ത്രിക്കെതിരെ ശക്തമായ പ്രതിഷേധം, വഴിയിൽ തടഞ്ഞുകൊണ്ടുള്ള ശക്തമായ പ്രക്ഷോഭം ഞങ്ങൾ ആരംഭിക്കും. മുഖ്യമന്ത്രി കടന്നുപോയാലും ഞങ്ങൾ ആ പ്രതിഷേധം ഞങ്ങൾ തുടരും. ഞാൻ സംശയമില്ല.